പച്ചക്കള്ളങ്ങൾ മാത്രം പറഞ്ഞും വീഴ്ചകൾ മറയ്ക്കാൻ വിഭാഗീയത കത്തിച്ചും എത്ര നാൾ നിലനിൽക്കാനാവും? സർക്കാർ കണക്കുകൾ തന്നെയും ഒപ്പം അന്താരാഷ്ട്ര ഏജൻസികൾ വെളിപ്പെടുത്തുന്ന വസ്തുതകളും എത്ര കാലം മൂടിവെക്കാനാവും? രാജ്യത്തെ ആന്തരികമായും ബാഹ്യമായും കീറിമുറിച്ചു. ദശാബ്ദങ്ങൾ കൊണ്ട് പടുത്തുയർത്തിയ ഐക്യവും അഖണ്ഡതയും മനുഷ്യരുടെ മനസ്സുകൾ തന്നെയും കീറിമുറിച്ചു. കൂടുതൽ ദരിദ്രരെയും പട്ടിണി പാവങ്ങളെയും സൃഷ്ടിച്ചു. സമ്പത്ത് തങ്ങളുടെ ചൊൽപ്പടിക്ക് തുള്ളുന്ന ചിലരിലേക്ക് മാത്രം കേന്ദ്രീകരിക്കാൻ ഒത്താശ ചെയ്തു കൊടുത്തു. ഓരോന്നും കണക്കുകൾ സഹിതം വേണം ഓർത്തെടുക്കാൻ. പുതിയ കാലുഷ്യങ്ങളും സംഘർഷങ്ങളും സൃഷ്ടിച്ചുകൊണ്ട് മനുഷ്യരെ പരസ്പരം തല്ലിച്ച് അവർ കൊള്ളയും കൊള്ളരുതായ്മകളും മറച്ചു വയ്ക്കുകയാണ്. മറക്കരുത്. മറവി നമ്മെയും നമ്മുടെ പ്രിയപ്പെട്ട രാജ്യത്തെയും എല്ലാം തന്നെ ഇല്ലാതാക്കി കളയും. അടുത്തിടെ പത്രമാധ്യമങ്ങളിലും സോഷ്യൽ മീഡിയകളിലും അവർ മറച്ചു വയ്ക്കാൻ ശ്രമിച്ചിട്ടും പൊന്തി വന്ന ചില ചിത്രങ്ങൾ കാണാം. ഓരോന്നും എന്തു പറയുന്നു എന്ന് സ്വയം വിലയിരുത്താം. ഓരോ പൗരനും ഓരോ വോട്ടറും അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്. പച്ചക്കള്ളങ്ങൾ മാത്രം പറഞ്ഞും വീഴ്ചകൾ മറയ്ക്കാൻ വിഭാഗീയത കത്തിച്ചും എത്ര നാൾ നിലനിൽക്കാനാവും? സർക്കാർ കണക്കുകൾ തന്നെയും ഒപ്പം അന്താരാഷ്ട്ര ഏജൻസികൾ വെളിപ്പെടുത്തുന്ന വസ്തുതകളും എത്ര കാലം മൂടിവെക്കാനാവും? രാജ്യത്തെ ആന്തരികമായും ബാഹ്യമായും കീറിമുറിച്ചു. ദശാബ്ദങ്ങൾ കൊണ്ട് പടുത്തുയർത്തിയ ഐക്യവും അഖണ്ഡതയും മനുഷ്യരുടെ മനസ്സുകൾ തന്നെയും കീറിമുറിച്ചു. കൂടുതൽ ദരിദ്രരെയും പട്ടിണി പാവങ്ങളെയും സൃഷ്ടിച്ചു. സമ്പത്ത് തങ്ങളുടെ ചൊൽപ്പടിക്ക് തുള്ളുന്ന ചിലരിലേക്ക് മാത്രം കേന്ദ്രീകരിക്കാൻ ഒത്താശ ചെയ്തു കൊടുത്തു. ഓരോന്നും കണക്കുകൾ സഹിതം വേണം ഓർത്തെടുക്കാൻ. പുതിയ കാലുഷ്യങ്ങളും സംഘർഷങ്ങളും സൃഷ്ടിച്ചുകൊണ്ട് മനുഷ്യരെ പരസ്പരം തല്ലിച്ച് അവർ കൊള്ളയും കൊള്ളരുതായ്മകളും മറച്ചു വയ്ക്കുകയാണ്. മറക്കരുത്. മറവി നമ്മെയും നമ്മുടെ പ്രിയപ്പെട്ട രാജ്യത്തെയും എല്ലാം തന്നെ ഇല്ലാതാക്കി കളയും. അടുത്തിടെ പത്രമാധ്യമങ്ങളിലും സോഷ്യൽ മീഡിയകളിലും അവർ മറച്ചു വയ്ക്കാൻ ശ്രമിച്ചിട്ടും പൊന്തി വന്ന ചില ചിത്രങ്ങൾ കാണാം. ഓരോന്നും എന്തു പറയുന്നു എന്ന് സ്വയം വിലയിരുത്താം. ഓരോ പൗരനും ഓരോ വോട്ടറും അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്.